മാംഗ്ലൂരിൽ വിമാനമിറങ്ങി നാട്ടിലേക്ക് വരുന്ന മലയാളി യാത്രക്കാരെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തി പണം കവരുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. ചില യാത്രക്കാരെ പ്രത്യേകം നിരീക്ഷിച്ച് അവരുടെ വാഹനങ്ങളെ പിന്തുടർന്ന് വാഹനത്തിന് കുറുകെ വാഹനം നിർത്തി കവർച്ച നടത്തുന്ന സംഘത്തെക്കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇക്കഴിഞ്ഞ 1-ന് കാസർഗോഡ് സ്വദേശിയായ ഗൾഫ് വ്യവസായി ഈ കൊള്ളസംഘത്തിന്റെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ദുബായിൽ നിന്ന് വരികയായിരുന്ന വ്യവസായി ഫെബ്രുവരി 1-ന് വൈകിട്ട് 5:30 മണിക്ക് മാംഗ്ലൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങി കാറിൽ കാസർഗോഡേക്ക് വരുമ്പോഴാണ് കവർച്ചാ സംഘം അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ഇദ്ദേഹം സഞ്ചരിച്ച കാറിനെ പിന്തുടർന്നു വന്ന മറ്റൊരു വാഹനം കുറുകെയിട്ട് നിർത്താൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. നേത്രാവതി പാലത്തിന് അടുത്തെത്തിയപ്പോഴാണ് പിന്നിൽ വന്ന ഒരു വാഹനം മുന്നിൽ വന്ന് നിർത്താൻ ആവശ്യപ്പെട്ടത്. വ്യവസായി വാഹനം നിർത്താൻ തയ്യാറായില്ല. വീണ്ടും മുന്നിൽ വന്നു നിന്ന വാഹനത്തിൽ നിന്ന് ഡ്രൈവർ കൈ പുറത്തിട്ട് ഒരു കുന്ന് ചൂണ്ടിക്കാണിച്ച് അവിടേക്ക് വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഗൾഫ് വ്യവസായി വാഹനം നിർത്താതെ യാത്ര തുടരുകയായിരുന്നു. അല്പം മുന്നിലെത്തിയപ്പോൾ പോലീസ് വണ്ടി നിൽക്കുന്നത് കണ്ട് ഗൾഫ് വ്യവസായി പോലീസിനോട് വിവരം പറയാൻ ഒരുങ്ങിയെങ്കിലും തങ്ങളെ പിന്തുടർന്നു വന്ന വാഹനം പെട്ടെന്ന് തിരിച്ചു പോയതിനാൽ പോലീസിനോട് പറയാതെ യാത്ര തുടർന്നു. അല്പം കഴിഞ്ഞ് വീണ്ടും പ്രസ്തുത വാഹനം മുന്നിൽ വന്ന് നിൽക്കുകയും തന്നെ പിന്നെ കണ്ടോളാം എന്ന് ഭീഷണിപ്പെടുത്തി ഓടിച്ചു പോവുകയുമായിരുന്നു. വിവരം മാംഗ്ലൂർ പോലീസ് മേധാവിയെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് മാംഗ്ലൂരിൽ വിമാനമിറങ്ങി നാട്ടിലേക്ക് പോകുന്ന മലയാളി യാത്രക്കാരെ തിരഞ്ഞുപിടിച്ച് കവർച്ച നടത്തുന്ന ഒരു സംഘം മാംഗ്ലൂർ ദേശീയപാത കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും യാത്രക്കാർ സൂക്ഷിക്കണമെന്നും അറിഞ്ഞത്. സമ്പന്നരായ യാത്രക്കാരെയാണത്രേ കൊള്ളസംഘത്തിന്റെ ലക്ഷ്യം. തങ്ങളുടെ വാഹനത്തിൽ ഇടിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിയാണ് ഇവർ കവർച്ച നടത്തുന്നത്. സംഘത്തെ പിടികൂടാൻ പോലീസ് വലവീശിയിട്ടുണ്ടെന്നും മാംഗ്ലൂർ പോലീസ് പറഞ്ഞു. യാത്രക്കാർ സൂക്ഷിക്കണമെന്നും വാഹനത്തിൽ ഇടിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആരെങ്കിലും വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധിക്കണമെന്നും പോലീസ് സൂചന നൽകി. കവർച്ചാ സംഘത്തെക്കുറിച്ച് മന്ത്രി UT ഖാദർ അടക്കമുള്ളവരെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്.